ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. പിന്നെ ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് പ്രകൃതി ഭംഗിയും നമ്മുടെ കുളവും പിന്നെ കുളത്തിൻ്റെ അടുത്തുള്ള ചെറിയൊരു നിസ്കാരപ്പള്ളിയും ഇതൊക്കെ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഏതാണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫും ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതല്ലോ. അപ്പോൾ പുറത്ത് തോട്ടത്തിലൂടെയും തൊടിയിലൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്നു. പിന്നെ നമ്മുടെ പള്ളിയുടെ കുറച്ച് കഥകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെച്ചാൽ നടത്തുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത് തൊടിയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കിളികളും അണ്ണാറക്കണ്ണനും ഒക്കെ കണ്ടപ്പോൾ അതിങ്ങനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തിനടുത്തുള്ള പാടാണത്. നമ്മളെ തോട്ടവും പാടവും വെറുതെ ഒക്കെ ഒന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ തോട്ടത്തിലുള്ള പൊന്തയും കാടൊക്കെ ഒഴിവാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ നിങ്ങൾക്ക് കൂടെ കാണാമെന്ന് വിചാരിച്ചു, കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴ ഇല്ലാത്തത് കാരണം വെള്ളമൊക്കെ താണു തുടങ്ങിയിരിക്കണം കേട്ടോ. വെള്ളത്തിൽ താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പള്ളി, ഇതാണ് നമ്മുടെ പള്ളി. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയത്. ഫോണൊക്കെ എടുത്ത് വീഡിയോ ക്യാമറയൊക്കെ എടുത്തിട്ട്. പിന്നെ വേറൊരു സംഭവമാണിത്. നമ്മളിവിടെ ആപ്പിൾ ചാമ്പക്ക എന്ന് പറയും. ഇതൊക്കെ ഇവിടുത്തെ ഉമ്മ കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് തയ്യാളിപ്പോൾ ഒക്കെ കായ്ക്കാൻ നല്ല കായൊക്കെ ഉണ്ട് ഇതിമ്മ. പക്ഷെ നമ്മുടെ തോട്ടത്തിൽ ഒന്നും കിട്ടൂല, കായ്കളൊന്നും പിന്നെ കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ തോട്ടത്തിൻ്റെ തോട്ടത്തിലായതുകൊണ്ട് തന്നെ നിറയെ കിളികളും പിന്നെ വവ്വാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ കായ്ക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഉപയോഗത്തിനൊന്നും കുട്ടികൾക്ക്, അതേപോലെ ഒരു മരത്തിൽ നിറയെ ചിക്കുണ്ട്, അതൊന്നും മൂത്ത് പഴുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും കിളികളും വവ്വാലും ഒക്കെ കടിച്ച് പറിച്ച് ആർക്കും കഴിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. നമുക്കിങ്ങനെ കാണാം. പിന്നെ ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണല്ലോ. നല്ല പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കളെ താഴെ ഫുള്ള് പത്ത് വിരിച്ച പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ ഇതാ ചിക്കു, അതുപോലെ തന്നെ നിറയെ ചിക്കു കായ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടിൽ ഉപയോഗത്തിനൊന്നും കിട്ടില്ല. നമ്മൾ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പോലെ മൂത്ത് കഴിഞ്ഞാലുള്ള ടേസ്റ്റ്. നേരെ പഴുക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ ചീഞ്ഞ് പോവുക ചെയ്യാം. അപ്പോൾ നേരെ നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും അത് നമുക്കൊന്നും കിട്ടില്ല. അതൊക്കെ കിളികളോ വവ്വാലോ ഒക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. താഴെ നിറയെ കൊത്തിയിട്ട് കിടക്കണുണ്ടാവും. എന്താണ് അപ്പം ഞാനൊരു തലക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് മക്കളും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു സംഭവം. ഇച്ചു പോവില്ലട്ടാ, നീ ഇച്ചുവിൻ്റെ അടുത്തൊക്കെ ചെന്നാ
ഇച്ചു വിയ്യോ വിയ്യോ. ഇതാണ് നമ്മുടെ പള്ളി. പള്ളി ഇപ്പോൾ മോഡിഫൈ ചെയ്യുന്ന പണിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. പള്ളിയുടെ മരമൊക്കെ എടുത്ത് മാറ്റിയൊക്കെ താഴെ കിടക്കണം. ഫുള്ള് ചെതലൊക്കെ പിടിച്ച് വീഴാറായിരുന്നു. അതായത് ഇപ്പോൾ ഈ പള്ളിക്ക് ഒരു ഏകദേശം ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ടൊരു 100 വർഷമൊക്കെ പഴക്കം ഉണ്ടാവുമെന്നാണ് ഇവരൊക്കെ പറഞ്ഞു കേട്ടുള്ള എൻ്റെ അറിവ്. അതായത് ഇവിടെ തത്ത അവിടെ കിടന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് വെച്ച് ഉമ്മാനൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഈ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇപ്പാന്ന് പറഞ്ഞാൽ ഇപ്പാൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച് കൊണ്ടുവന്നിരുന്നു ഈ പള്ളി കേട്ടോ. ഇപ്പം മരിച്ചതിന് ശേഷമാണ് പള്ളിയൊക്കെ പിന്നെ ശ്രദ്ധിക്കാതെ നോക്കാതെയൊക്കെ ആയി ആകെ നശിക്കാനൊക്കെ തുടങ്ങിയത്. കാരണം ഇവിടെ ഇക്കയും ഇക്കാൻ്റെ ജ്യേഷ്ഠനും ഇക്കാക്കയും നാട്ടിലില്ലല്ലോ. അപ്പോൾ നോക്കാൻ നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ പിന്നെ പള്ളിയുടെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും വരില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഇവിടെ കിടന്ന് ആകെ എന്തോ പോലെ ആയി. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് പള്ളിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പറ്റി നശിച്ചു പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പള്ളി ഓടൊക്കെ ഇറക്കി അതിൻ്റെ മരമൊക്കെ മാറ്റി പിന്നെ കുറച്ച് പടവൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഹൈറ്റിൽ ഒന്ന് പൊക്കി. വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മരങ്ങളൊക്കെ മാറ്റി ഇതാ കണ്ടോ, ഇതൊക്കെ ഇരുമ്പാക്കി അങ്ങനെ കുറച്ച് പണിയൊക്കെ എടുത്തു. പിന്നെ ഇതാ ഈ ഓറഞ്ച് കളർ കാണുന്ന അവിടെ വരെ ഉണ്ടായിരുന്നുള്ള ഹൈറ്റ് 2 വരെയും കൂടെ പടുത്ത് പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ പൊക്കി. ഇതിൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരെ നല്ല ഇച്ചുവിന് ചെവിയൊന്നും കേൾക്കണില്ല, നല്ല കളിയാ. കിച്ചുവിന് ഏതായാലും കുളത്തിൽ വെള്ളമൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇപ്പോഴാണ് കിച്ചുവിന് ട്യൂബ് കിട്ടി, കിച്ചു ട്യൂബൊക്കെ ഇട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഏതായാലും ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഗ്ലാസ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അവന് രാവിലെ 11:30 ഗ്ലാസ്സാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും പിന്നെ കുളത്തിലൊന്നും കുളിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. ഇതാ പള്ളി ഇവിടുന്ന് കാണുമ്പോൾ അധികം വലുപ്പമൊന്നുമില്ല. അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാൻ മറന്നല്ലേ, ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഇതാ പറഞ്ഞത് ഈ പള്ളിയും കുളവും കുളത്തിൻ്റെ പരിസരവും ഒക്കെ ഇപ്പോൾ വൃത്തിയാക്കിയതാണ് കേട്ടോ. കുളത്തിൽ വെള്ളം കഴിയാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പായലൊക്കെ. പിന്നെ വെള്ളം ഒലിച്ചതാ ഇവിടെ ഒരു ചാലാണ്, ഇങ്ങോട്ടാണ് വെള്ളം ഒലിച്ച് പോവുക. ഇതിലൊക്കെ ഇപ്പോൾ വെള്ളം മഴയൊക്കെ കുറഞ്ഞപ്പോൾ ആകെ കാടും പൊന്തക്കായി. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒലിയൊക്കെ നിന്നിട്ടോ, മഴയില്ലല്ലോ അപ്പോൾ അത് കാരണം. തോട്ടമൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്, പൊന്തയൊക്കെ വെട്ടി. ബാന്ത എന്താ ബാന്താത്ത് നിക്കൂന്? നിച്ചിന് ട്യൂബ് ഇട്ട് കൊടുത്തിട്ടാണ്, ട്യൂബ് ഇടാതെ ഇറങ്ങാനാണ് തോന്നി. എന്താ വേണ്ടാത്ത? നിക്ക് വേണ്ട
വെള്ളത്തിൽ ഇറങ്ങാൻ ഉഷാറ, ട്യൂബൊന്നും വേണ്ട, ഒറ്റക്ക് ഇറങ്ങി പോവുക. സൂപ്പർ സൂപ്പർ. ബൈ ബൈ. ഇന്നെന്താ കരീണേ? ഇന്നെന്താ കരി? എനിക്ക് വെള്ളം കുടിക്കുമ്പോഴാണ് വാമപ്പ അവിടെ. ഏയ് നല്ല ടേസ്റ്റ് ഉണ്ടാ നിച്ചു? നിച്ചുവാ നിച്ചുവാ സൂപ്പറാ നിച്ചു, ഇങ്ങോട്ട് നോക്ക്. പള്ളിയുടെ ഉൾവശമൊക്കെ ഇതാ പണി നടന്നുകൊണ്ടിരിക്കാനിട്ട്. അപ്പോൾ ഓടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ക്ലീനിങ് ഉണ്ട്. പണി ഏകദേശം തീർന്നു. ഇത് ക്ലീനിങ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഭാഗം തേക്കാനും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. പള്ളി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. അത്ര ഇവിടെ പണ്ടൊന്നും നമ്മളെ അടുത്തൊന്നും പള്ളിയില്ലല്ലോ. അന്നൊക്കെ നിസ്കരിക്കാൻ നമ്മളെ കുടുംബത്തിനും അടുത്തും ഒക്കെ ഉള്ള ഇഷ്ടം പോലെ ആളുകൾ വരും. പിന്നെ കുളത്തിൽ നിന്ന് ഓലുമൊക്കെ എടുത്തിട്ടാണ് കയറുക. കുളത്തിൽ ഒരുപാട് ആൾ കുളിക്കാൻ. ഇപ്പോൾ ആരും കുളിക്കാനൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ കുളിക്കാൻ വരില്ല, കുട്ടികളെ നീന്തിക്കാൻ മാത്രമേ വരലുള്ളൂ. കുളത്തിലേക്കൊന്നും ആരും വരലില്ല. അപ്പോൾ അങ്ങനെ കുളത്തിൽ നിന്ന് ഒലുവൊക്കെ എടുത്തിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കും. അതാണ് പറഞ്ഞത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മളെ കുടുംബത്തിലുള്ള കാരണവന്മാരും ഒക്കെ ഒന്നിച്ച് വന്നിട്ട് ഉമ്മയൊക്കെ പറയും നിസ്കാരത്തിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ കുളത്തിലേക്ക് അതിൻ്റെ മുന്നേ പോയിട്ട് വേഗം കുളിച്ചിട്ട് കയറി വരും. ഒരുപാട് പിന്നെ ആളുകളൊക്കെ നിസ്കരിക്കാൻ വരുന്നതിന്. നമ്മുടെ അടുത്തൊന്നും ഇവിടെ പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കട്ടോ. കുറച്ച് ദൂരെ പോകണം പള്ളിക്കൊക്കെ. അപ്പോൾ ഇവിടെ ജുമുഅക്ക് മാത്രമേ അവിടെയൊക്കെ പോവുള്ളൂ. ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും ഇവിടെ വന്നിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞേക്കോ എന്തെന്ന് അരണയാണ്. ഞാൻ പേടിച്ചു പോയി. ഞാൻ വല്ല പാമ്പങ്ങാൻ വരികയാണെന്ന് വിചാരിച്ചു. അരണേനെ കണ്ടു പേടിച്ചു. അപ്പം അത്രയൊക്കെയാണ് ഇന്ന് പള്ളീനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം നീനും മിന്നും ഒന്നും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. കിച്ചും കിച്ചും മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ നീന്താൻ വരാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ആരുമില്ല. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇവരിറക്കിയത്. അല്ലെങ്കിൽ കിച്ചുവിന് ഒഴിവില്ല. എല്ലാവരും കുളിക്കാൻ വരുന്ന സമയത്ത് കിച്ചുവിന് ഒഴിവില്ല. കിച്ചു ആദ്യമായിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നീന്തണേ. കിച്ചുവാ സൂപ്പറല്ലേ? കിച്ചുവാ കിച്ചു ഇങ്ങോട്ട് നോക്ക്. സൂപ്പറല്ലേ? സൂപ്പർ. സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെൽ ബട്ടൺ ഓഫ് ചെയ്യൂ. ഓഫ് ചെയ്യേ. ബെൽ ബട്ടൺ ഓഫ് ചെയ്യല്ല. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പിന്നെന്താണ്? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പൊ ബൈ ബൈ. One, two, check out.